അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അബസീനിയയിൽ വെച്ച് അവർക്കുണ്ടായ ഒരനുഭവം നബിയോട് പങ്കുവയ്ക്കുന്നുണ്ട്. അവർ ഒരു കനീസയിൽ കയറിയപ്പോൾ അവിടെ ചിത്രങ്ങളും രൂപങ്ങളും കാണുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടായി പറഞ്ഞു, അവരിലെ ഒരാൾ, സച്ചരിതരായ ഒരാൾ അള്ളാഹുവിൻ്റെ അടിമ മരണപ്പെട്ടാൽ അവരോടുള്ള സ്നേഹാദരവുകൾ കാരണമായി അവരുടെ ചിത്രങ്ങൾ ഉണ്ടാക്കുകയും രൂപങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് അവരോട് തന്നെ പ്രാർത്ഥിക്കുകയും തങ്ങളുടെ വേവലാദികളും ആവലാദികളും സൂചിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ആ കൂട്ടരാണ് ഷിറാറുൽ ഖൽഖ് ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നാശകാരികളായ ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയും ചെയ്തു. നാം ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളൊരു പാഠം, സച്ചരിതരായ ആളുകൾ മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി, അവരുടെ പരലോക വിജയത്തിന് വേണ്ടി, അവരുടെ ഖബർ ജീവിതത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നല്ലാതെ അവരിൽ നിന്ന് എന്തെങ്കിലും ഗുണമോ നേട്ടമോ ഉണ്ടാകണമെന്ന പ്രതീക്ഷയിൽ ഒരു കാരണവശാലും നമ്മൾ അവരുടെ ഖബർ സന്ദർശിക്കുവാനോ അവരോട് പ്രാർത്ഥന ആവശ്യപ്പെടുവാനോ പാടുള്ളതല്ല. അത് അള്ളാഹുവിന് പങ്കുചേർക്കലാണ്. അള്ളാഹു ഒരിക്കലും പുറത്തു തരികയില്ലാത്ത വലിയ പാപവുമാണ്. ആയതിനാൽ ശ്രദ്ധാപൂർവമായിരിക്കണം ഒരു സത്യവിശ്വാസി തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വിശ്വാസപരമായ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിചലനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായി പോകുന്ന ഒരു സാഹചര്യവുമായി നമ്മൾ അടുത്തുകൂടാ എന്ന് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിച്ചും അള്ളാഹുവിനെ ഭയപ്പെട്ടും ജീവിച്ച് മുന്നേറുവാനും അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിരിക്കെ മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.